എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 27 ലോക MSME ദിനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം MSME എന്ന് പറയുന്നത് വെറും ഒരു ബിസിനസ് മാത്രമല്ല, മറിച്ച് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പറാണ്. അതേപോലെ തന്നെ ഏറ്റവും അധികം തൊഴിൽ സൃഷ്ടിക്കുന്നതും MSMEയിലൂടെയാണ്. കേരളത്തിന്റെ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% വരുന്നത് MSMEകളാണ്. അപ്പോൾ ഇന്ന് MSME ദിനത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കീം പരിചയപ്പെടുത്തുവാണ്. PMEGP എന്നാണ് സ്കീമിന്റെ പേര്. അപ്പോൾ നമുക്ക് സ്കീമിന്റെ ഡീറ്റെയിൽസിലോട്ടേക്ക് കടക്കാം. PMEGP പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് 2008 മുന്നേ ഉണ്ടായിരുന്ന PMRY, REGP എന്നീ രണ്ട് സ്കീമുകൾ മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. മിനിസ്ട്രി ഓഫ് MSME ആണ് ഈ ഒരു സ്കീം കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഒന്ന് KVIC, KVIB, DIC ഒക്കെയാണ്. നമ്മളെ ഈ സ്കീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിസൻസിനെ ഹെൽപ്പ് ചെയ്യുക, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിനെ ഹെൽപ്പ് ചെയ്യുക എന്നതൊക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സംരംഭം തുടങ്ങുന്ന സ്ഥലത്തെ വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് അർബൻ ഏരിയ എന്നും മറ്റൊന്ന് റൂറൽ ഏരിയ എന്നും. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ വരുന്നത് അർബൻ ഏരിയയിലാണ്, പഞ്ചായത്ത് വരുന്നത് റൂറൽ ഏരിയയിലാണ്. അപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന സംരംഭകൻ അർബൻ ഏരിയയിലാണ് സംരംഭം തുടങ്ങുന്നതെങ്കിൽ അവർക്ക് 15% സബ്സിഡി കിട്ടുന്നത്. നേരെ മറിച്ച് അവർ റൂറൽ ഏരിയയിലാണ് തുടങ്ങുന്നതെങ്കിൽ 25% കിട്ടും. സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന സംരംഭകരാണെങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്നത് SC, ST, OBC, മൈനോറിറ്റീസ്, വുമൺ, എക്സ് സർവീസ് മാൻ, ഇവരൊക്കെ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്നവരാണ്. ഇവരാണ് സംരംഭം തുടങ്ങുന്നതെങ്കിൽ ഇവർ അർബൻ ഏരിയയിൽ തുടങ്ങുമ്പോൾ 25%, റൂറൽ ഏരിയയിൽ തുടങ്ങുമ്പോൾ 35% സബ്സിഡി കിട്ടുക. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷൻ, നമ്മുടെ തന്നെ കോൺട്രിബ്യൂഷനായിട്ട് എടുക്കേണ്ട തുക എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ 10% എടുക്കണം, സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ 5% എടുക്കണം. ഇതിൽ മാക്സിമം പ്രൊജക്റ്റ് കോസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വെച്ചാൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ 50 ലക്ഷം രൂപ വരെയും സർവീസ് യൂണിറ്റ് ആണെങ്കിൽ 20 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഇപ്പോൾ 50 ലക്ഷത്തിന് മുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ലോൺ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ സബ്സിഡിയുടെ പരിഗണന കിട്ടുക 50 ലക്ഷം രൂപ വരെയും, അതേപോലെ സർവീസ് യൂണിറ്റിൻ്റെ കേസിൽ 20 ലക്ഷം രൂപ വരെയാണ്. PMEGP എടുത്തു തുടങ്ങിയ യൂണിറ്റുകൾക്ക് തന്നെ നമുക്കിതിൻ്റെ സെക്കൻഡ് ലോണും കൂടി കിട്ടുന്നതാണ്. അതായത് അപ്ഗ്രഡേഷന്, അതിലെന്തെങ്കിലും നവീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലോൺ ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി 15% കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ 1 കോടി രൂപ വരെയും കിട്ടും, സർവീസ് യൂണിറ്റ് ആണെങ്കിൽ 25 ലക്ഷം രൂപ വരെയും കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലോൺ ഫുള്ളി റീപേ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ യൂണിറ്റ് പ്രോഫിറ്റ് മേക്കിങ്ങും ആയിരിക്കണം. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലും 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇൻഡിവിജ്വലും ഇതിൽ എലിജിബിളാണ്. അതേപോലെ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ 5 ലക്ഷത്തിന് രൂപ മുകളിൽ വരുന്ന സർവീസ് യൂണിറ്റോ ആണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ മിനിമം 8ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നത്. അതേപോലെ വേറെ ഇൻകം സീലിംഗ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും വരുന്നുണ്ട്. അതായത് മീറ്റ്, ലിക്കർ, ടൊബാക്കോ, അതേപോലെ പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണം, അതായത് 75 മൈക്രോണ് താഴെ വരുന്ന ഇത്തരം യൂണിറ്റുകളൊക്കെ ഇതിൽ ഇന്നെലിജിബിളാണ്, അതായത് നെഗറ്റീവ് ലിസ്റ്റിലാണ് വരുന്നത്. ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മെയിൻലി ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷനിലൊക്കെ വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാഫുകളുണ്ടാവും. അവരെ നേരിട്ട് മീറ്റ് ചെയ്താൽ അവർ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തരും. നമ്മുടെ അപേക്ഷ താലൂക്ക് വ്യവസായ ഓഫീസിൽ പോയി അവിടുന്ന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പോയിട്ടാണ് നമ്മുടെ ബാങ്കിലേക്ക് അപേക്ഷ ഫോർവേഡ് ആകുന്നത്. നമ്മുടെ കയ്യിൽ മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ സംരംഭം റൂറൽ ഏരിയയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. ഈ ഒരു സ്കീമിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് EDP ട്രെയിനിങ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉദ്യമി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിലൂടെ നമുക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് DICകളിലും ഈ ഒരു ട്രെയിനിങ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 2 ലക്ഷത്തിൽ താഴെയാണ് പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നതെങ്കിൽ EDP ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പ്രൊജക്റ്റ് കോസ്റ്റ് 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് വരുന്നതെങ്കിൽ 5 ദിവസത്തെ ക്ലാസ് വരും. അതേപോലെ 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന പ്രൊജക്റ്റിനാണെങ്കിൽ 10 ദിവസത്തെ ക്ലാസ് വരും. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ DIC, KVIC, KVIB ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ വ്യവസായ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ടോ അത്തരം ഹെൽപ്പുകളോ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിനെ പറ്റിയിട്ടായ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.